എല്ലാം തികഞ്ഞ മരുമകളുടെ യഥാർത്ഥ ഗുണം എന്താണെന്ന് അച്ഛനും അമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായോ? ഇനി ഇവളോട് ചോദിക്കേണ്ട വിധത്തിൽ തന്നെ ചോദിക്കണം. അല്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ചോദിക്കാം. ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ ചോദ്യം ചെയ്തവളല്ലേ? പറയടി. ബാക്കിയുള്ള സ്വർണം നീ എന്താ ചെയ്തത്? വിറ്റോ അതോ നിന്റെ കുടുംബമായ ആറ്റുവാശ്ശേരി തന്നെ ഉണ്ടോ? എടതി, ഊണുമേശല്ല എന്റെ അച്ഛനമ്മ ഇരിക്കുന്നത്. അവരിനി അപമാനിക്കാൻ പാടില്ല. ഓ, കള്ളന്മാരായ നിന്റെ കുടുംബക്കാര് ഇവിടെ ഇരുന്ന് വിരുന്നുണ്ടണോന്ന് ഞങ്ങൾക്കാർക്കും ഒരു നിർബന്ധവും ഇല്ല. കണ്ടില്ലേ എല്ലാരും നാവറിഞ്ഞിരിക്കുന്നത്? ദേ, നിന്നെ നിന്റെ കുടുംബത്തെ ന്യായീകരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ മിണ്ടാതിരിക്കൂടി. അല്ല, എന്റെ കാര്യത്തിന് നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ദേ മുത്തശ്ശി ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഒന്ന് കൂടെ നിൽക്കാൻ പറഞ്ഞു നോക്ക്. നിങ്ങളുടെ സ്വന്തം മകള് മരിച്ച ദിവസങ്ങൾ കഴിയുന്നതിന് മുന്നേ ഇവളെ വരുണിന് കെട്ടിച്ചു കൊടുത്തതിന്റെ ഉദ്ദേശം എന്താണെന്നേ ഇപ്പോഴാ ഞങ്ങൾക്കെല്ലാം മനസ്സിലായത്. കണിമംഗലത്തിന്റെ പൊന്നും പണവും കണ്ട് നിങ്ങളുടെ എല്ലാ കണ്ണും മഞ്ഞളിച്ചു പോയല്ലേ? അരുതാത്തത് പറയരുത് മക്കളെ. ഇല്ലായ്മയൊക്കെ ആറ്റുവാശ്ശേരി ദേവനാരായണന്റെ കുടുംബത്തിലുണ്ട്. പക്ഷെ അന്യന്റെ മുതൽ ഇന്ന് വരെ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. ഒന്ന് നിർത്തി തിരുമേനി. കളവ മുതൽ കഴുത്തിലിട്ടിരിക്കുന്ന നിങ്ങളുടെ ഭാര്യയെ കള്ളി എന്നല്ലാതെ എന്താ ഞങ്ങളെ വിളിക്കേണ്ടത്? അന്നത്തിന്റെ മുൻപിന്ന് എന്റെ അച്ഛനമ്മയെ നിങ്ങൾ അപമാനിച്ച് പുറത്തുവിട്ടത്. നാണം കെട്ട് കരഞ്ഞു നിൽക്കുന്ന ഇവര് സാക്ഷിയായിട്ട് ഞാൻ പറയാം. ഇന്നേക്ക് ഒരാഴ്ചക്കുള്ളില് ഇതിന്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് എന്റെ കൃഷ്ണൻ എനിക്ക് തെളിയിച്ചു തരും. അമ്മേ, ഒരാഴ്ച എനിക്ക് സമയം താ. അമ്മയുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം തരാം. അഥവാ എനിക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ എന്നേക്കുമായിട്ട് ഞാൻ ഈ കണിമംഗലത്തിന്റെ പടി ഇറങ്ങിക്കോളാം. അവധിയൊന്നും കൊടുക്കാൻ പറ്റില്ല എടുത്തി. ഇപ്പൊ ഇറങ്ങിക്കോണേ ഇവിടെ ഇവിടുന്ന്. പറ്റില്ല. കണിമംഗലം കുടുംബത്തിന്റെ അടിവേരെടുക്കാൻ നിങ്ങളും ഈ നിൽക്കുന്ന ഏട്ടത്തെയും ചെയ്തൊന്നും രാധിക ചെയ്തിട്ടില്ല. എന്നെ ചതച്ചത് ആരായാലും സൂക്ഷിച്ചോ. ഞാൻ ഈ പറഞ്ഞ ദിവസത്തിനുള്ളിൽ ഇതിന്റെ സത്യം ഞാൻ കണ്ടെത്തിയിരിക്കും. ഭഗവാൻ കൃഷ്ണനാണ് സത്യം. എല്ലാം ഭഗവന്തനായിരിക്കും. പിന്നെ അവളുടെ വെല്ലുവിളി, അവളുടെ ഭഗവാൻ അവളുടെ കൂടെ ഉണ്ട്.
ഭഗവാൻ അവൾക്ക് എല്ലാം നേടിക്കൊടുക്കും. ആ ഭഗവാനെ പൂജിക്കുന്ന മനുഷ്യനെയാ നാണം കെടുത്തി നമ്മൾ കണിമംഗലത്തിന്റെ പടിയിറക്കി വിട്ടത്. ഹ, എന്നിട്ടല്ലേ ദിവസം പൂജാമുറി കയറിയിരുന്ന് മോങ്ങുന്ന അവള്. ചെറിയമ്മേ, അവളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും, പ്രത്യേകിച്ച് വരുൺ തിരിച്ചു വരുമ്പോ. പക്ഷെ അമ്മയുടെ മനസ്സ് മാറരുത്. ഏട്ടത്തിയുടെ മനസ്സിലെത്തി ഒരിക്കലും കെടില്ല. അതിനി ഏട്ടൻ പറഞ്ഞാലും വരുൺ പറഞ്ഞാലും. എങ്ങനെയാണത് ആളി കത്തിക്കേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ നോക്കിക്കോ കൽപ്പന, ഒരാഴ്ച തികയുമ്പോ ഒരു സെക്കൻഡ് പോലും തെറ്റാതെ അവളീ വീട്ടിൽ നിന്നിറങ്ങും. നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ നോക്കിയവളെ മുടിക്കുത്തിനെ പിടിച്ച് വലിച്ചെറിയണ്ടേ നിനക്ക്? വേണം ചെറിയമ്മേ. കണക്കുകൾ കുറച്ചൊന്നും അല്ല എനിക്ക് അവളോട് തീർക്കാനുള്ളത്. നമുക്കൊരു ഗ്രഹണകാലം ഉണ്ടായിരുന്നു, അതൊരാഴ്ച കൂടി തുടരും. അവള് കള്ളിയാണെന്ന് ബോധ്യപ്പെട്ടതോടുകൂടി നിന്നെയും ഗൗതമനെയും അവള് മുറിയിൽ അടച്ചിട്ടതുകൂടി ഏട്ടത്തി വിശ്വസിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മള് വിശ്വസിപ്പിക്കും. അപ്പോ നീ പരിശുദ്ധയും ഓള് കുറ്റവാളിയും ആവും. കൊണ്ടുപോട്ടെ ദേവനാരായണൻ തിരുമേനി. എന്നിട്ട് വെറുതെ വിടാനോ? എവിടുന്ന്? എന്നിട്ട് ബാക്കി ഗൗതവും സിഐയുടെ ആൾക്കാര് നോക്കിക്കോളും. കുടുംബത്തിനകത്ത് കയറി അരിഞ്ഞ് വീഴ്ത്തു ഓരോന്നിനെയും. ആറ്റുവാശ്ശേരി കുടുംബം ഈ ഭൂമിയിൽ ഇല്ലാന്ന് കരുതി ഭൂമിയുടെ കറക്കൊന്നും നിൽക്കില്ല. ചെറിയമ്മേ, ചെറിയമ്മയുടെ ഈ വാശിയുണ്ടല്ലോ, ചെറിയമ്മയുടെ ഈ ബുദ്ധിയുണ്ടല്ലോ, സത്യത്തില് ഞാൻ തൊഴുതു.